10ാം ക്ലാസ് മാത്തമാറ്റിക്സിന്റെ അരിത്തമാറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന ആദ്യ ചാപ്റ്ററിനെ പറ്റിയുള്ള വീഡിയോ ആണിത്. സീക്വൻസ് അഥവാ ശ്രേണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാത്തമാറ്റിക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ എ സീക്വൻസ് ഈസ് എ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ദാറ്റ് ആർ ലിങ്ക്ഡ് ബൈ എ റൂൾ. ചില നിയമങ്ങൾ അനുസരിച്ച് എഴുതിയിട്ടുള്ള ഒരു കൂട്ടം നമ്പേഴ്സിനെയാണ് നമുക്ക് ഒരു സീക്വൻസ് അല്ലെങ്കിൽ ശ്രേണി എന്ന് പറയുവാൻ കഴിയുന്നത്. ആ നമ്പേഴ്സ് തമ്മിൽ പരസ്പരം ഒരു ബന്ധമുണ്ടാവും. അവ എഴുതിയിരിക്കുന്ന ചില പ്രത്യേക നിയമങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. നമുക്ക് ചില സീക്വൻസിന്റെ എക്സാമ്പിൾസ് നോക്കാം. 2, 4, 6, 8, 10 എന്ന് പറഞ്ഞ ഒരു സീക്വൻസ് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സീക്വൻസ് എന്ന് പറഞ്ഞാൽ ശ്രേണി എന്നാണ് അർത്ഥം. ഈവൻ നമ്പേഴ്സ് അഥവാ ഇരട്ട സംഖ്യകളുടെ ഒരു ശ്രേണിയാണിത്. രണ്ടാമത്തെ മറ്റൊരു ശ്രേണി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ സീക്വൻസിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഓഡ് നമ്പേഴ്സ് അഥവാ ഒറ്റ സംഖ്യകളുടെ ഒരു ശ്രേണിയാണ്. അതിനുശേഷം നമുക്ക് മറ്റൊരു ശ്രേണി കാണുവാൻ സാധിക്കുന്നുണ്ട്. 1, 4, 9, 16, 25 എന്ന് പറഞ്ഞ ശ്രേണി കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറുകളുടെ ഒരു ശ്രേണിയാണിത്. അതിനുശേഷം മറ്റൊരു സീക്വൻസ് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 1, 11, 21, 31, 41 എന്ന് പറഞ്ഞ ഒരു സീക്വൻസ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ആ ഒരു ഡിജിറ്റിൻ്റെ കൂടെ 10 വെച്ച് ആഡ് ചെയ്ത് പോകുന്നവയാണ്. ഇപ്പോൾ ഈ കാണുന്ന നമ്പേഴ്സ് എല്ലാം ഒരു പ്രത്യേക നിയമം അനുസരിച്ച് എഴുതിയിട്ടുള്ളവയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവയെ സീക്വൻസ് അഥവാ ശ്രേണികളെന്ന് വിളിക്കുവാൻ സാധിക്കും. പക്ഷേ ഈ നമ്പേഴ്സ് എല്ലാം സമാന്തര ശ്രേണി അഥവാ അരിത്തമാറ്റിക് സീക്വൻസ് അല്ല. അപ്പോൾ നമുക്ക് എന്താണ് അരിത്തമാറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികളെന്ന് നോക്കാം. സമാന്തര ശ്രേണികളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ആണ്, അതായത് ഒരു കൂട്ടം നമ്പേഴ്സ് ആണ്. ആ നമ്പേഴ്സിന്റെ ആദ്യ നമ്പറിൽ നിന്നും ഒരു സംഖ്യ കൂട്ടുമ്പോൾ രണ്ടാമത്തെ നമ്പർ ലഭിക്കുന്നു. രണ്ടാമത്തെ നമ്പറിൽ നിന്നും അതേ സംഖ്യ തന്നെ കൂട്ടുമ്പോൾ മൂന്നാമത്തെ നമ്പർ ലഭിക്കുന്നു. അതായത് അടുത്തടുത്ത് വരുന്ന രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം തുല്യമായ സംഖ്യകളുടെ ശ്രേണി. അതിനെയാണ് നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികളെന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 10, 15, 20, 25. ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയാണ്. നമുക്കിവിടെ മനസ്സിലാവും 10ന്റെ കൂടെ 5 കൂട്ടിയാൽ 15 ലഭിക്കും. 15ന്റെ കൂടെ 5 കൂട്ടിയാൽ 20 ലഭിക്കും. 20ന്റെ കൂടെ 5 കൂട്ടിയാൽ 25 ലഭിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അടുത്തടുത്ത് വരുന്ന രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം തുല്യമാണ്. ഒരു അരിത്തമാറ്റിക് സീക്വൻസിന്റെ ഓരോ നമ്പേഴ്സിനെയും നമ്മൾ ടേംസ് അഥവാ പദങ്ങൾ എന്ന് വിളിക്കും. 10 ഒരു ടേമാണ്, 15 ഒരു ടേമാണ്, 20 ഒരു ടേമാണ്. നമുക്കങ്ങനെ ടേംസ് എന്നോ അല്ലെങ്കിൽ മലയാളത്തിൽ നമുക്ക് പദങ്ങളെന്നോ വിളിക്കുവാൻ സാധിക്കും. നമുക്ക് പദങ്ങളെ ഒന്നാമത്തെ പദത്തിനെ x1 എന്നും രണ്ടാമത്തതിനെ x2 എന്നും മൂന്നാമത്തതിനെ x3 എന്നും നാലാമത്തതിനെ x4 എന്നും എഴുതാൻ സാധിക്കും. അടുത്ത പദം വരുമ്പോൾ x5 വരും. നമുക്ക് അങ്ങനെ എഴുതി പോകുവാൻ സാധിക്കും. നമ്മൾ ഈ ഒന്നാമത് കാണുന്ന പദത്തിനെ നമ്മൾ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യ പദം എന്ന് വിളിക്കും. നമ്മളതിനെ x1 എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ലളിതമായിട്ട് നമുക്കതിനെ a എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. കോമൺ ആയിട്ട് നമ്മൾ a എന്ന ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കാരണം നമുക്കതിനെ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ആ സീരീസിൻ്റെ രണ്ടാമത്തെ ടൈമിനെ നമ്മൾ സെക്കൻഡ് ടൈം അല്ലെങ്കിൽ രണ്ടാമത്തെ പദം എന്ന് പറയുന്നു. നമ്മൾ x2 കൊണ്ട് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ ടൈം വരുമ്പോഴേക്കും തേർഡ് ടൈം അല്ലെങ്കിൽ മൂന്നാമത്തെ പദം എന്ന് പറയുന്നു x3 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇതുപോലെ നമുക്ക് നാലാമത്തെ പദവും അഞ്ചാമത്തെ പദവും എല്ലാം എഴുതുവാനും പറയുവാനും സാധിക്കും. നമുക്ക് ഈ സീരീസിന്റെ ആദ്യത്തെ രണ്ട് ടേമുകൾ കൺസിഡർ ചെയ്യാം. 10ഉം 15ഉം. അവ തമ്മിലുള്ള വ്യത്യാസം 5 ആണ്. 15ൽ നിന്ന് 10 കുറച്ച് കഴിഞ്ഞാൽ 5 ലഭിക്കും. അതായത് ഒരു പദം അല്ലെങ്കിൽ ഒരു ടേമിൽ നിന്നും തൊട്ട് മുമ്പത്തെ ടേം കുറച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സംഖ്യ ലഭിക്കും. നമുക്ക് രണ്ടാമത്തെ രണ്ട് സംഖ്യകൾ കൺസിഡർ ചെയ്യാം. അതായത് സെക്കൻഡ് ടൈമും തേർഡ് ടൈമും. അതായത് രണ്ടാമത്തെ പദവും മൂന്നാമത്തെ പദവും കൺസിഡർ ചെയ്യാം. അവ തമ്മിലുള്ള വ്യത്യാസവും 5 ആണ്. അങ്ങനെ ഈ ഒരു സീക്വൻസിലെ എല്ലാ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസവും 5 ആയിരിക്കും. അങ്ങനെയുള്ള ആ ഒരു വ്യത്യാസത്തെ നമ്മൾ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നു. അതിനെ നമ്മൾ ഡി എന്ന ലെറ്റർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ആദ്യത്തെ പദം അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇവിടെ 10 ആണ്. അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 5 കൂടി ആഡ് ചെയ്തപ്പോഴേക്കും രണ്ടാമത്തെ പദം ലഭിച്ചു. നമുക്ക് 15 എന്ന് ലഭിക്കുന്നു. മൂന്നാമത്തെ പദം അല്ലെങ്കിൽ മൂന്നാമത്തെ ടൈം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രണ്ടാമത്തെ ടൈം 15ന്റെ കൂടെ വീണ്ടും നമ്മൾ കോമൺ ഡിഫറൻസ് കൂടി ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 20 എന്ന് ലഭിക്കുന്നു. നാലാമത്തെ പദം അല്ലെങ്കിൽ നാലാമത്തെ ടൈം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ടൈമിൻ്റെ കൂടെ വീണ്ടും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് മുന്നോട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. ഒരു അരിത്തമാറ്റിക് സീക്വൻസിന്റെ ആദ്യത്തെ പദം അല്ലെങ്കിൽ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് a ആയിരിക്കും. രണ്ടാമത്തെ ടേം അല്ലെങ്കിൽ രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് a+d ആയിരിക്കും. മൂന്നാമത്തെ പദം അല്ലെങ്കിൽ മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് രണ്ടാമത്തെ പദത്തിൻ്റെ കൂടെ ഒരു ഡിയും കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് a+d+d എന്ന് എഴുതാൻ സാധിക്കും. നമുക്ക് ലളിതമായിട്ട് അതിനെ a+2d എന്ന് എഴുതാൻ സാധിക്കും.
നാലാമത്തെ പദം എന്ന് പറയുമ്പോഴേക്കും മൂന്നാമത്തെ പദം അല്ലെങ്കിൽ മൂന്നാമത്തെ സീക്വൻസിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എ പ്ലസ് ഡി പ്ലസ് ഡി പ്ലസ് ഡി എന്ന് എഴുതേണ്ടി വരും. അതിനെ നമുക്ക് ലളിതമായിട്ട് എ പ്ലസ് 3D എന്നും എഴുതുവാൻ സാധിക്കും. ഒന്നാമത്തെ ടേം അല്ലെങ്കിൽ ഒന്നാമത്തെ പദം എന്ന് പറയുന്നത് എ ആയിരിക്കും. രണ്ടാമത്തെ പദം അല്ലെങ്കിൽ രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് എ പ്ലസ് ഡി ആയിരിക്കും. മൂന്നാമത്തെ പദം അല്ലെങ്കിൽ മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് എ പ്ലസ് 2D ആയിരിക്കും. നാലാമത്തെ പദം അല്ലെങ്കിൽ നാലാമത്തെ ടേം എന്ന് പറയുന്നത് എ പ്ലസ് 3D ആയിരിക്കും. നമുക്ക് അങ്ങനെ മുന്നോട്ട് എഴുതി പോകുവാൻ സാധിക്കും. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ഒന്നാമത്തെ പദം കഴിഞ്ഞ്, അതായത് ഒന്നാമത്തെ ടേം കഴിഞ്ഞ് രണ്ടാമത്തേതിലേക്ക് എത്തുമ്പോഴേക്കും എ പ്ലസ് 1D, അതായത് എ പ്ലസ് ഡി എന്ന് എഴുതുന്നുണ്ട്. മൂന്നാമത്തെ ടേം ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ എ പ്ലസ് 2D, 3ൽ നിന്ന് 1 കുറച്ചുകൊണ്ട് എ പ്ലസ് 2D എന്ന് എഴുതാൻ സാധിക്കും. നാലാമത്തെ വരുമ്പോഴോ എ പ്ലസ് 3D, ആ നമ്പറിൻ്റെ നാലാമത്തെ ആയതുകൊണ്ട് 4ൽ നിന്ന് 1 കുറച്ചുകൊണ്ട് 3D എന്ന് എഴുതും. അപ്പോൾ അഞ്ചാമത്തെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എ പ്ലസ് 4D എന്ന് എഴുതാൻ സാധിക്കും. അങ്ങനെ നമുക്ക് എന്ത് പദം, അതായത് നമുക്ക് എന്നാമത്തെ പദം അല്ലെ എന്ത് ടേം എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജനറലായിട്ട് എഴുതാൻ സാധിക്കും എ പ്ലസ് n-1 ഇൻറ്റു ഡി. നമുക്കിവിടെ ലളിതമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. എത്രാമത്തെ പദം അല്ലെങ്കിൽ എത്രാമത്തെ ടേമാണോ നമ്മൾ എഴുതേണ്ടത്, അവിടെ ആ എന്നിൽ നിന്നും 1 കുറയ്ക്കുന്ന വാല്യൂ കൊണ്ടാണ് ഡി എ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ടേമിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എ പ്ലസ് n-1 ഇൻറ്റു ഡി ആയിരിക്കും. നമുക്ക് നേരത്തെ എടുത്ത എക്സാമ്പിളിലേക്ക് ഈ ഇക്വേഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. 10, 15, 20, 25 എന്നാണ് നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിൾ. ഇവിടെ ആദ്യ ടേം എന്ന് പറയുന്നത് 10 ആണ്. നമുക്കിതിനെ എ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് 5 ആണ്. 15ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസം 5 ആണ്. 20ഉം 15ഉം തമ്മിലുള്ള വ്യത്യാസം 5 ആണ്. അപ്പോൾ ആ കോമൺ ഡിഫറൻസ് ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. നമുക്കപ്പോൾ എന്ത് ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എ പ്ലസ് n-1 ഇൻറ്റു ഡി ആണ്. നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്നത് നമുക്കിവിടെ അറിയാം 10 ആണ്. നമ്മൾ 10 അവിടേക്ക് എഴുതുകയാണ്. അതിനുശേഷം നമുക്ക് എന്നിൻ്റെ വാല്യൂ 1 ആണ്, അതുകൊണ്ട് 1-1 എന്ന് എഴുതുന്നു. അതിനുശേഷം ഡിയുടെ വാല്യൂ നമ്മൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോഴേക്കും നമുക്ക് 10 പ്ലസ് 1-1 ഇൻറ്റു 5 എന്ന് ലഭിക്കുന്നു. നമുക്ക് അപ്പോഴേക്കും 10 പ്ലസ് 0 ഇൻറ്റു 5 എന്ന് ലഭിക്കുന്നു. അത് നമുക്ക് 10 പ്ലസ് 0 ആകുന്നു. ഉത്തരം നമുക്ക് 10 എന്ന് ലഭിക്കുന്നു. ഈ സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമാറ്റിക് സീക്വൻസിന്റെ ആദ്യത്തെ ടേം അല്ലെങ്കിൽ പദം എന്ന് പറയുന്നത് 10 ആണെന്ന് നമുക്ക് ലഭിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ പദം അല്ലെങ്കിൽ രണ്ടാമത്തെ ടേം കണ്ടുപിടിക്കാം. അപ്പോഴേക്കും നമുക്ക് മനസ്സിലായി അവിടെ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമ്മൾ എയുടെ വാല്യൂ നമ്മൾ ഇവിടേക്ക് ഇടുന്നു, 10 എന്ന് ഇടുന്നു. n-1 ഇൻറ്റു ഡി, എന്നിൻ്റെ വാല്യൂ 2 ആണതുകൊണ്ട് 2-1 ഇൻറ്റു ഡി. ഡിയുടെ വാല്യൂ നമ്മൾ 5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 10 പ്ലസ് 2-1 ഇൻറ്റു 5 എന്ന് ലഭിക്കുന്നു. 10 പ്ലസ് 1 ഇൻറ്റു 5 എന്നാകുന്നു. അത് 10 പ്ലസ് 5 ആകുന്നു. നമുക്ക് സെക്കൻഡ് ടേം 15 എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. നമുക്കിനി 15ാമത്തെ ടേം എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. 15ാമത്തെ ടേം കണ്ടുപിടിക്കുമ്പോഴേക്കും എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 15 ആയിരിക്കും. എയുടെ വാല്യൂ നമ്മൾ 10 എന്ന് എടുക്കുന്നു. അതുപോലെ തന്നെ n-1 ഇൻറ്റു ഡി, n-1 എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ 15-1 എന്ന് പറയുമ്പോഴേക്കും 14. അപ്പോൾ നമുക്ക് 10 പ്ലസ് 14D എന്ന് എഴുതാൻ സാധിക്കും. നമുക്ക് ഡിയുടെ വാല്യൂ അറിയാം 5, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോഴേക്കും 10 പ്ലസ് 14 ഇൻറ്റു 5 എന്ന് നമുക്ക് ലഭിക്കുന്നു. 10 പ്ലസ് 70 എന്ന് ലഭിക്കുന്നു. ഉത്തരം നമുക്ക് 80 എന്ന് ലഭിക്കുന്നു. അങ്ങനെ നമ്മൾ ഈ അരിത്തമാറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ എത്രാമത്തെ പദം, അതായത് എത്രാമത്തെ ടേം വേണമെങ്കിലും ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് nth ടേം കണ്ടുപിടിക്കുവാനുള്ള ഇക്വേഷൻ ആണ് എ പ്ലസ് n-1 ഇൻറ്റു ഡി. ചിലടത്ത് nth ടേം എന്ന് എഴുതും, അല്ലെങ്കിൽ ചിലടത്ത് xn എന്നും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. നമുക്ക് അടുത്തായിട്ട് ആൽജിബ്രിക് ഫോം അഥവാ ബീജഗണിത രൂപത്തെ പറ്റി സംസാരിക്കാം. നമുക്കിപ്പോൾ 2n എന്ന് ഒരു എക്സാമ്പിൾ എടുക്കാം. അതായത് ആ എന്നിന്റെ സ്ഥാനത്ത് നമ്മൾ 1, 2, 3, 4 എന്ന് ഓരോ വാല്യൂസ് കൊടുക്കുമ്പോഴും ആ സീക്വൻസിലെ ഓരോ സംഖ്യകൾ നമുക്ക് ലഭിക്കും. നമ്മൾ ഒന്നാമത്തെ കേസിൽ നമ്മൾ എന്നിന് 1 എന്ന് വാല്യൂ കൊടുക്കുന്നു. അപ്പോൾ 2 ഇൻറ്റു 1 ആകുന്നു. നമുക്ക് ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് 2 എന്ന് ലഭിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ കേസിൽ നമ്മൾ എന്നിന് 2 എന്ന് വാല്യൂ കൊടുക്കുന്നു. അപ്പോഴേക്കും 2 ഇൻറ്റു 2 എന്നാകുന്നു. അപ്പോൾ നമുക്കതിന് 4 എന്ന് ആൻസർ ലഭിക്കുന്നു. മൂന്നാമത്തെ കേസിൽ നമ്മൾ എന്നിന് 3 എന്ന വാല്യൂ കൊടുക്കുന്നു. അപ്പോൾ 2 ഇൻറ്റു 3 ആകുന്നു. നമുക്ക് 6 എന്ന് ഒരു ഉത്തരം ലഭിക്കുന്നു. അപ്പോൾ നമുക്ക് ആ 2n എന്ന് പറയുന്ന ആൽജിബ്രിക് ഫോം ഉള്ള ഒരു സീക്വൻസിൻ്റെ പദങ്ങളാണ്, അല്ലെങ്കിൽ അതിൻ്റെ ടേംസ് ആണ് 2, 4, 6 എന്ന് നമുക്ക് ലഭിക്കുന്നു. നമുക്ക് അങ്ങനെ മുന്നോട്ട് എത്ര വേണമെങ്കിലും കണ്ടുപിടിച്ച് പോകുവാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഏതൊരു അരിത്തമാറ്റിക് സീക്വൻസിനെയും ലളിതമായിട്ട് ഒരു ആൽജിബ്രിക് ഫോം അഥവാ ബീജഗണിത രൂപത്തിൽ എഴുതുവാനും സാധിക്കും. നമുക്ക് ഓഡ് നമ്പേഴ്സ് അഥവാ ഒറ്റ സംഖ്യകളുടെ ആൽജിബ്രിക് ഫോം അഥവാ ബീജഗണിത രൂപം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. 1, 3, 5, 7 ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സംഖ്യകളാണ് ഒറ്റ സംഖ്യകൾ അഥവാ ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ആദ്യ പദം എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് നമുക്ക് എയുടെ വാല്യൂ നമുക്ക് 1 ആയിട്ട് എടുക്കുവാൻ സാധിക്കും. അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഒരു ടേം അഥവാ ഒരു പദത്തിനെ അതിൻ്റെ തൊട്ട് മുമ്പുള്ള ടേം അഥവാ പദവുമായിട്ട് കുറയ്ക്കുക. അപ്പോൾ 3 - 1 നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് ഡിയുടെ വാല്യൂ നമുക്ക് 2 എന്ന് ലഭിക്കുന്നു.
അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേമിൽ ലഭിച്ചിട്ടുണ്ട്, കോമൺ ഡിഫറൻസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ടേം കണ്ടുപിടിക്കാനുള്ള ആ ഒരു ഇക്വേഷൻ എ പ്ലസ് എൻ മൈനസ് 1 × d എന്നുള്ള ഇക്വേഷൻ എടുക്കുക. അതിലേക്ക് നമ്മൾ ഈ കണ്ടുപിടിച്ച വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എയുടെയും ഡിയുടെയും വാല്യൂ നമ്മൾ ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എയുടെ വാല്യൂ 1 എന്ന് കൊടുക്കുന്നു, ഡിയുടെ വാല്യൂ നമ്മൾ 2 എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 1 + n - 1 × 2 എന്ന് ചേഞ്ച് ആകുന്നു. നമ്മൾ ആ ബ്രാക്കറ്റിന് പുറത്തുള്ള 2വിനെ അതിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് 1 + 2n - 2 എന്ന് ലഭിക്കുന്നു. അപ്പം +1 ഉണ്ട്, -2 ഉണ്ട്, അവ തമ്മിൽ ക്യാൻസൽ ആകുന്നു. 2n - 1 എന്ന് നമുക്കൊരു ഇക്വേഷൻ ലഭിക്കുന്നു. അപ്പോൾ നമുക്ക് ഒറ്റ സംഖ്യകൾ അഥവാ ഓഡ് നമ്പേഴ്സിന്റെ ആൽജിബ്രിക് ഫോം അഥവാ ബീജഗണിത രൂപം എന്ന് പറയുന്നത് 2n - 1 എന്ന് നമുക്ക് ലഭിച്ചു. നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് കേസിൽ നമ്മൾ n-ന് 1 എന്ന് വാല്യൂ കൊടുക്കുകയാണ്. അപ്പോൾ 2 × 1 - 1 എന്ന് ലഭിക്കുന്നു. അത് 2 - 1 ആകുന്നു. ഉത്തരം നമുക്ക് 1 എന്ന് ലഭിക്കുന്നു. അപ്പോൾ ആ ഒരു സീരീസിന്റെ ആദ്യത്തെ പദം അല്ലെങ്കിൽ ടേം എന്ന് പറയുന്നത് 1 ആയിരിക്കും. നമ്മൾ n-ന് 2 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് 2 × 2 - 1 എന്ന് ലഭിക്കുന്നു. ഇത് 4 - 1 ആകുന്നു. രണ്ടാമത്തെ ടേം അല്ലെങ്കിൽ രണ്ടാമത്തെ പദം 3 എന്ന് ലഭിക്കുന്നു. n-ന് നമ്മൾ 3 എന്ന വാല്യൂ കൊടുക്കുന്നു. 3 × 2 - 1 ആകുന്നു. 6 - 1 ആകുന്നു. അത് 5 ആകുന്നു. അങ്ങനെ നമുക്ക് 5 എന്നുള്ളത് ഈ പറയുന്ന സീരീസിന്റെ മൂന്നാമത്തെ പദം അല്ലെങ്കിൽ മൂന്നാമത്തെ ടേം ആയിട്ട് ലഭിക്കുന്നു. അപ്പോൾ നമുക്ക് 1 3 5 നമുക്ക് ആ പറയുന്ന ഓഡ് നമ്പേഴ്സ് അഥവാ ഒറ്റ സംഖ്യകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് മുന്നോട്ട് കണ്ടുപിടിക്കുവാൻ സാധിക്കും. ഇനി നമുക്ക് അരിത്തമാറ്റിക് സീക്വൻസിലുള്ള നമ്പറുകളുടെ സം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഉദാഹരണമായിട്ട് ഞാൻ ഇവിടെ കേസ് എടുത്തിട്ടുണ്ട് 10, 15, 20, 25. ഈ ടേംസ് ഈ പദങ്ങളെല്ലാം കൂട്ടുന്ന അതിൻ്റെ ആകെത്തുക, അതിൻ്റെ ടോട്ടൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഞാനൊന്ന് കൂട്ടുകയാണ്. അപ്പോൾ 10 + 25 എന്ന് ലഭിച്ചു. ഉത്തരം 35 എന്ന് ലഭിച്ചു. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ടേമും ലാസ്റ്റിന് തൊട്ട് മുമ്പുള്ള ടേമും തമ്മിലൊന്ന് കൂട്ടുകയാണ്. അപ്പോൾ എനിക്ക് 15, 20 തമ്മിൽ കൂട്ടുന്നു. ഉത്തരം എനിക്ക് 35 എന്ന് ലഭിക്കുന്നു. അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് ലഭിച്ചു. ഇതിപ്പോൾ 4 എണ്ണമുള്ള ഒരു സമാന്തര ശ്രേണിയുടെ കാര്യമാണ്. അതായത് ഈവൻ നമ്പേഴ്സ് ഉള്ള ഒരു സമാന്തര ശ്രേണിയുടെ കാര്യമാണ്. മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. ഞാനിവിടെ 30 കൂടെ ആഡ് ചെയ്തു. അപ്പോൾ 10, 15, 20, 25, 30. ഇവിടെ നമുക്ക് 5 നമ്പേഴ്സ് ഉള്ള ഒരു സമാന്തര ശ്രേണിയാണ്. ഇതിൻ്റെ ആകെ തുകയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഞാൻ ആദ്യത്തെ പദവും അവസാനത്തെ പദവും തമ്മിൽ ആഡ് ചെയ്യുന്നു. 30 + 10 40 എന്ന് ലഭിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ പദവും അവസാനത്തിന് തൊട്ട് മുമ്പുള്ള പദവും തമ്മിൽ ആഡ് ചെയ്യുന്നു. അപ്പോൾ അതും 40 എന്ന് ലഭിക്കുന്നു. അപ്പോൾ നടുക്കൊരു പദം മിച്ചം വരും. അതിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോഴും ആ 40 എന്ന് പറയുന്നൊരു കോൺസ്റ്റന്റ് ലഭിക്കും. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ആദ്യ പദത്തിനെയും അവസാന പദത്തിനെയും തമ്മിൽ ആഡ് ചെയ്താലും രണ്ടാമത്തെ പദത്തിനെയും അവസാനത്തിന് തൊട്ടു മുമ്പുള്ള പദത്തിനെയും തമ്മിൽ ആഡ് ചെയ്താലും അങ്ങനെ നമ്മൾ അകത്തേക്ക് ചെയ്തു പോയി കഴിഞ്ഞാൽ ലഭിക്കുന്ന ഉത്തരം ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓരോ സമാന്തര ശ്രേണിക്കും അതൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള സംഖ്യ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ഈ സംഖ്യകൾ തമ്മിലൊന്ന് കൂട്ടി നോക്കാം. 10ഉം 15ഉം 20ഉം 25ഉം 30ഉം തമ്മിൽ കൂട്ടുന്നു. ഉത്തരം 100 എന്ന് ലഭിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും കൂട്ടുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ലഭിക്കുന്നു. 2 സംഖ്യകളാണ് കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടി അതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അതിനെ നമ്മൾ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എത്ര ടേംസ് ആണുള്ളത്, എത്ര പദങ്ങളാണുള്ളത്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെയാണെങ്കിൽ നമുക്ക് 5 പദങ്ങളുണ്ട്. നമുക്ക് ആവറേജ് ഓഫ് ഫസ്റ്റ് ടൈം ആൻഡ് ലാസ്റ്റ് ടൈം എന്നുള്ളതിനെ നമുക്ക് എഴുതാൻ പറ്റും. ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം ഡിവൈഡഡ് ബൈ 2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈമിൻ്റെ ലാസ്റ്റ് ടൈമിൻ്റെ വാല്യൂ എടുക്കാം. 10 + 30. ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 10 ആണ്, ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് 30 ആണ്. 10, 30 തമ്മിൽ ആഡ് ചെയ്യുന്നു. അതിന് 40 എന്ന് ലഭിക്കുന്നു. അതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നപ്പോൾ അതിൻ്റെ ആവറേജ് ലഭിക്കുന്നു. നമുക്ക് ഉത്തരം 20 എന്ന് ലഭിക്കുന്നു. നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് ആവറേജ് ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടൈം ഇൻറ്റു നമ്പർ ഓഫ് ടൈംസ് 20 ഇൻറ്റു നമ്പർ ഓഫ് ടൈംസ് എന്ന് പറയുന്നത് 5 ആണ്. 20 × 5 എന്ന് ലഭിക്കുന്നു. നമുക്ക് ഉത്തരം 100 എന്ന് ലഭിക്കുന്നു. അപ്പോൾ നമുക്ക് ആ സമാന്തര ശ്രേണികളിലെ മുഴുവൻ സംഖ്യകളും കൂട്ടുന്ന ആ ഒരു തുക ലഭിച്ചു. നമ്മൾ നേരത്തെ കൂട്ടിയപ്പോൾ നമുക്ക് 100 തന്നെയാണ് ലഭിച്ചത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇക്വേഷൻസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ആവറേജ് ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടൈം ഇൻറ്റു നമ്പർ ഓഫ് ടൈംസ്, അതാണ് നമ്മൾ ഇക്വേഷന് വേണ്ടി എടുത്തിരിക്കുന്ന കൺസെപ്റ്റ്. ആവറേജ് ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടൈം എന്നുള്ളതിന് നമുക്ക് ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതുവാൻ സാധിക്കും. n ടേമുകളുടെ അതായത് n പദങ്ങളുടെ നമുക്ക് സമ്മാണ് കണ്ടുപിടിക്കണം. അപ്പം നമ്പർ എന്നുള്ളത് n ആണ്, ഫസ്റ്റ് ടൈം എന്നുള്ളത് a ആണ്. അപ്പോൾ എന്ത് ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, a + n - 1 × d. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്പർ എന്നുള്ള സ്ഥാനത്തേക്ക് n കൊടുക്കുന്നു, ഫസ്റ്റ് ടൈം എന്നുള്ളിടത്തേക്ക് a കൊടുക്കുന്നു, nth ടൈം എന്നുള്ളിടത്തേക്ക് a + n - 1 × d കൊടുക്കുന്നു. അപ്പോഴേക്ക് നമുക്ക് ഇക്വേഷൻ a + n - 1 × d × n ഡിവൈഡഡ് ബൈ 2 എന്ന് ലഭിക്കുന്നു. നമുക്ക് എയും എയും തമ്മിൽ ആഡ് ചെയ്തിട്ട് 2a എന്നാക്കാൻ പറ്റും. 2a + n - 1 × d × n എന്ന് ലഭിക്കുന്നു. നമുക്കതിനെ 2a + n - 1 × d × n/2 എന്ന് എഴുതാൻ സാധിക്കും. നമുക്കതിനെ n/2 × 2a + n - 1 × d എന്ന് എഴുതാൻ സാധിക്കും.
അപ്പോൾ ഇതാണ് സം ഓഫ് n ടൈംസ് കാണുവാനുള്ള ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഏതൊരു സമാന്തര ശ്രേണിയുടെയും n നമ്പേഴ്സിന്റെ 10 നമ്പേഴ്സിനാണെങ്കിൽ 20 നമ്പേഴ്സിന് 30 നമ്പേഴ്സിന്റെ ഏതിന്റെ വേണമെങ്കിലും സം കാണുവാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ 10 നമ്പേഴ്സിന്റെ ആണെങ്കിൽ n എന്നുള്ള വാല്യൂ 10 എടുക്കുക, 20 നമ്പേഴ്സിന്റെ ആണെങ്കിൽ 20 എടുക്കുക, 30 നമ്പേഴ്സിന്റെ ആണെങ്കിൽ 30 എടുക്കുക. അതിനുശേഷം ആ സമാന്തര ശ്രേണിയുടെ എയുടെയും ഡിയുടെയും വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സമാന്തര ശ്രേണിയുടെ n ടൈംസിന്റെ സം കണ്ടെത്തുവാൻ സാധിക്കും. ഇനി നമുക്ക് ചില കേസുകളിൽ നമുക്ക് ആദ്യത്തെ ടേമും അവസാനത്തെ ടേമും അറിയാമായിരിക്കും. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ 30 സംഖ്യകളുടെ സം കണ്ടുപിടിക്കണം. ഒന്നാമത്തെ ടേം അറിയാം, അതായത് ഒന്നാമത്തെ പദവും അറിയാം, 30ാമത്തെ പദം 30ാമത്തെ ടേമും അറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ലളിതമായിട്ട് n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം അഥവാ n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം എന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടും അത്തരം കേസുകളിൽ നമുക്ക് അരിത്തമാറ്റിക് സീക്വൻസിന്റെ സം കണ്ടുപിടിക്കുവാൻ സാധിക്കും.